നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അമ്മേ സൂക്ഷിച്ചേ. പതുക്കെ എന്നോടൊപ്പം നടന്നാ മതി, ഞാൻ പിടിച്ചോളാം. നീ നേരത്തെ എണീറ്റോ? രാവിലെ എണീറ്റോ അമ്മേ? എല്ലാം ഇന്നലെ തന്നെ ഒരുക്കി വെച്ചിരുന്നില്ലേ? വിളക്ക് കത്തിക്കുന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മേ ലെഫ്റ്റ് ലെഫ്റ്റ്. നേരെ നേരെ നേരെ. ഓക്കെ. കൃഷ്ണ ഭഗവാനെ, കൃഷ്ണ, ഈ വിഷുപ്പുലരിയിൽ അവിടുത്തെ തിരുമുന്നിൽ നിൽക്കാൻ കഴിയുന്നത് മഹാഭാഗ്യം. എന്റെ മോള് ഭാവനയ്ക്കും കൂടി നൽകണമേ. ഈ അമ്മയുടെ ആഗ്രഹം സാധിച്ചു തരണേ കണ്ണ. മറ്റൊന്നും എനിക്ക് ആവശ്യപ്പെടാനില്ല. എല്ലാ നന്മകളും ഈ വിഷു നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരുമേ. ഈ ഭഗവാന്റെ മഹനീയ ദർശനം നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ അകറ്റും. ഈ വീടിന്റെ ഐശ്വര്യവും നന്മയും നിനക്കും കൂടി അവകാശപ്പെട്ടതാ മോളെ. എല്ലാ അമ്മമാർക്കും നിന്നെ പോലെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന മരുമക്കളെ കിട്ടട്ടെ. അമ്മേ സംസാരിച്ചെന്ന് നേരം കളയണ്ട, നമുക്ക് ഓരോരുത്തരെ വിളിച്ച് കണി കാണിക്കണ്ടേ? അമ്മ വാ. പതുക്കെ സൂക്ഷിച്ചു വന്നാ മതി, തട്ടി വീഴരുത്. അതെ, നിന്നെ പോലെ തന്നെ നിന്റെ കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിക്കണം. അമ്മ, ഞാൻ ഇപ്പോഴും അമ്മയുടെ കൊച്ചു കുഞ്ഞാണെന്നാണ് വിചാരം. ഞാനൊരു അമ്മയാകാൻ പോവാ. ഞാൻ നടന്നോളാം, അമ്മ കണ്ണു പൊത്തിയാ മതി. ശരി, നടക്ക്. കണ്ടോ, നേരെ നേരെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ. സേതോട്ടാ, കണ്ണു തുറക്കല്ലേ? ഇല്ല മായ. പൈസയൊക്കെ അവിടെ വെച്ചേക്കുന്നത് കണ്ടോ? കൃഷ്ണനെ നോക്കി നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ നന്നായിട്ട് പഠിക്കണേന്ന്. മായേ, ഞാൻ പോയി ഭാരതിനെയും ബാനുവിനെയും വിളിച്ചോണ്ട്. ശരിയമ്മ. മോളെ കണ്ണു തുറന്ന് എല്ലാം നല്ല വ്യക്തമായി കണ്ട് പ്രാർത്ഥിച്ചോ. മോളെ, ഈ വിഷുപ്രഭാതത്തിൽ കാണുന്ന നിറവുള്ള ഈ കാഴ്ച ഈ വർഷം മുഴുവൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. കൃഷ്ണ, ഈ ദിവസത്തിൽ കാണുന്ന എല്ലാ നല്ല കാര്യങ്ങളും
ഈ വർഷം മുഴുവൻ നിലനിൽക്കണേ. എന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാ ഭാഗ്യവും നൽകണേ. പതുക്കെ മുമ്പോട്ട് പൊക്കോ. ആ, വാ. നീ ഇതെങ്ങോട്ടാ? ഇങ്ങോട്ട് തിരിയാ. ആ, വരട്ടെ. വാ. ആ, മതി, അവിടെ നിൽക്ക. ആ, ഇനി കണ്ണ് തുറന്ന് കണ്ടോ. മോനെ, നഖാംശം വിജയം കൃഷ്ണ ന രാജ്യസുഖാനി ച കിം നൗ രാജ്യേന ഗോവിന്ദ കിം ഭോഗ ജീവിതേ നമഃ. നമ്മൾ ഇന്ന് വായിക്കുന്ന ശ്ലോകം നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വർഷം നന്മ കൊണ്ടുവരും എന്നാ പറയപ്പെടുന്നത്. അമ്മ വായിച്ച ശ്ലോകത്തിന്റെ അർത്ഥം കൊണ്ടെന്ന് പറഞ്ഞ അമ്മേ. ഞാൻ വായിച്ച ശ്ലോകത്തിന്റെ അർത്ഥം, അല്ലയോ കൃഷ്ണ, ബന്ധുജനങ്ങളെ കൊന്നിട്ട് വലിയ വിജയം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബന്ധുജനങ്ങളില്ലാതെ ഈ രാജ്യം കൊണ്ടും സുഖാനുഭവങ്ങൾ കൊണ്ടും ഈ ജീവിതത്തിന് തന്നെ എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്നതാണ്. നമ്മുടെ കുടുംബത്തിന്റെ ഒത്തൊരുമ ഇതുപോലെ നിലനിർത്തണമെന്നും പരസ്പരം വഴക്കിട്ട് പിരിയരുതെന്നുമല്ലേ അമ്മ എന്റെ അർത്ഥം? അതെ അമ്മേ, അമ്മയുടെ എല്ലാ മക്കളും നല്ലതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭാവനയുടെ മനസ്സാണ് ദൈവസന്നിധിയിൽ വെച്ച് അമ്മയ്ക്ക് കൃഷ്ണൻ സമ്മാനമായി തന്നത്. കൃഷ്ണ. അമ്മേ, ഭാവനയും സൂര്യൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വരും. അവരുടെ വന്നിട്ട് വേണം നമ്മുടെ വിശ്വാഘോഷങ്ങളൊക്കെ തുടങ്ങാൻ. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന എന്റെ ഭാവനയ്ക്ക് മാത്രം എന്താ കണ്ണ ഇങ്ങനൊരു വിധി? അവളെ പഴയതുപോലെയാക്കി എന്റെ മോളെ ഞങ്ങളുടെ മുന്നിൽ നിർത്തി തരണേ. എല്ലാ വയ്യായികളും മാറി അവളെ ഞങ്ങളുടെ മുന്നിൽ നിർത്തി തരണേ കണ്ണ. അമ്മ, നമ്മൾ ഈ വർഷം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഫലം അടുത്ത വർഷം വരെ നിലനിൽക്കുന്നല്ലേ പറയുന്നത്? അതുകൊണ്ട് നല്ലതിനായി നമുക്ക് കാത്തിരിക്കാം. ഓ, അപ്പോ അതിനാണ് വിഷു കൈനീട്ടം തരുന്നതല്ലേ? പക്ഷെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കൈനീട്ടം കിട്ടിയതിനു ശേഷം പിന്നീട് ആരും എനിക്ക് കൈനീട്ടം തന്നില്ലല്ലോ. ഓഹോ, നീ അപ്പൊ അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? മക്കളെ, വിഷു എന്നതിനർത്ഥം തുല്യമായത് എന്നതാണ്. അല്ലാതെ കിട്ടുന്നതെല്ലാം വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കണമെന്നല്ല. വിഷുദിനമായ മേടം 1 രാത്രിയും പകലും തുല്യമായിട്ട് വരും, അങ്ങനെയാ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാ ദിവസവും നിനക്ക് കാശ് കിട്ടും നല്ല കള്ളിപ്പെണ്ണെ. പിള്ളേര് വന്നു തോന്നുന്നു, നോക്കട്ടെ.